മാർക്കറ്റ് തിരിച്ച് ഓൾ ടൈം ഹൈയിലോട്ടാണോ പോകുന്നത്, അതോ ഇവിടെ നിന്ന് ഇനി കറക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ക്ലൗഡിൻ്റെ AI-യുടെ ഫീച്ചേഴ്സ് കൂടി ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് ഏതാണ്, ഞാൻ കൂടുതൽ സ്കെയിൽ ചെയ്യണോ സ്കെയിൽ ഔട്ട് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് പറഞ്ഞു തരികയും ചില പോക്കറ്റ്സ് മാത്രമാണ് ബുള്ളിഷ് ആവുന്നത്. ഈ പോക്കറ്റ്സ് മാർക്കറ്റ് ഇനി റിക്കവർ ചെയ്യുമ്പോൾ കൂടുതൽ ബുള്ളിഷിലോട്ട് മാറുകയാണ് സാധിക്കുക. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച 50,000-ോട്ടൊരു ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. മാർക്കറ്റ് ഈ വീക്ക് കുറച്ച് ട്രിക്കി മാർക്കറ്റ് പോലെ നമുക്ക് തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 25,000-ലേക്ക് എത്തുന്നു. അവിടെ നിന്ന് നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് 24,400 ലെവലിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വീക്ക് നമ്മൾ കണ്ടത്. ആൻഡ് സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ലാർജ് ക്യാപ് ഫണ്ടുകളിലും അതുപോലെ തന്നെ ഫിനാൻസ് സെക്ടേഴ്സിൽ, ബാങ്കിങ് സെക്ടേഴ്സിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൈക്ക് നമുക്ക് ഈ വീക്ക് കാണാനായിട്ട് സാധിച്ചു. സോ ഫാളിന് ശേഷം ബാക്ക് ടു നമ്മുടെ ഒരു പാത്ത് എന്ന രീതിയിലാണ് മാർക്കറ്റ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. മാർക്കറ്റ് തിരിച്ച് ഓൾ ടൈം ഹൈയിലോട്ടാണോ പോകുന്നത്, അതോ ഇവിടെ നിന്ന് ഇനി കറക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ഫാളിന് ശേഷം ഉണ്ടായ ഒരു റിക്കവറി എന്ന് പറയുന്നത് ഭയങ്കര ക്യുക്ക് മാത്രമല്ല, അതായത് പല രീതിയിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഭയങ്കര കഷ്ടപ്പെട്ടാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഇലക്ഷന്റെ സമയത്ത് ആ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് റോക്കറ്റ് പോലെ പോയ 2025 പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഓരോ ന്യൂസുകൾ, ഓരോ പ്രതിസന്ധികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ പോലും മറ്റേ ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ വരെയൊക്കെ ഇങ്ങനെ വീണ്ടും ചൂടുപിടിച്ച് വരുന്ന ഒരു ഫീലാണുള്ളത്. അപ്പോൾ ഈ ആഴ്ച നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 3 ഡേയ്സിൽ നല്ല കറക്ഷൻ, ചൊവ്വാഴ്ചയുള്ള കറക്ഷൻസൊക്കെ എന്തിനാണ് കറക്റ്റ് ചെയ്തത്. ഇന്ന് ഈ ആഴ്ച ഏകദേശം 11,000 കോടി രൂപയുടെ സെല്ലാണ് FIS ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ആഴ്ച ബീറിഷായിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. തിരിച്ചു വന്നു വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞിട്ടും വെള്ളിയാഴ്ച മാർക്കറ്റ് തിരിച്ചു വന്നു എന്നുള്ളതൊരു പോസിറ്റിവിറ്റിയാണ്. തിങ്കളാഴ്ച ഓൾറെഡി വീക്കെൻഡിൽ തന്നെ മൂഡീസ് എന്ന് പറയുന്ന ഈ റേറ്റ് ഏജൻസി US-ന് അവരുടെ ക്രെഡിറ്റ് റേറ്റ് താത്തി. US-നെ ക്രെഡിറ്റ് റേറ്റ് താത്തിയോടുകൂടി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു നെഗറ്റിവിറ്റി ദൃശ്യമായിരുന്നു. പക്ഷേ US-ലൊന്നും അത്ര വലിയ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നില്ലെങ്കിലും അത് ഏറ്റവും വലിയ നെഗറ്റിവിറ്റി ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്തത് ഇന്ത്യക്കാണ്. ഈ പറയുന്ന റേറ്റിംഗ് കുറച്ചത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ US ബോണ്ട് ഈൽഡ് ചരിത്രത്തിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിലോട്ട് കൂടുകയും ചെയ്തത്. US-ൻ്റെ മാത്രമല്ല ജപ്പാൻ്റെ ബോണ്ട് ഈൽഡ്സും കൂടി എന്നുള്ളത് കൊണ്ട് തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിന്, അത് ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രി, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ ഇങ്ങനെയുള്ള കൺട്രീസിന് ഇതൊരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ടെന്നുള്ളൊരു തോന്നലായിരിക്കാം FIS-ൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ സെല്ലിങ്സ് നടത്തിയത്. മാത്രമല്ല ഈ ബോണ്ട് ഈൽഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെല്ല് ഉണ്ടാകുക. കാരണം ബോണ്ടിലോട്ട് കൂടുതൽ നിക്ഷേപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. മാത്രമല്ല US-ലെ ഏറ്റവും വലിയ കാര്യം ഗൂഗിളിൻ്റെ AI ഔട്ട്പുട്ട്സ്. ഒരു ഇവൻറ്റിൽ ഗൂഗിളിൻ്റെ അടുത്ത AI പ്രൊഡക്റ്റുകളെ ലോഞ്ച് ചെയ്യുകയും അത് ഗൂഗിൾ സ്റ്റോക്കിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും ചെയ്തു. ആപ്പിളിന് നെഗറ്റീവ് ആയിരുന്നു, ഗൂഗിളിന് ഭയങ്കര പോസിറ്റീവ്. അതുകൊണ്ടാണ് നാസ്ഡാക്ക് നമ്മൾ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. ഗൂഗിളിൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഫണ്ടമെൻ്റലി വലിയ നെഗറ്റിവിറ്റി ഒന്നും നമുക്ക് ഒരു ദിവസം മാത്രമാണ് മാർക്കറ്റിൽ ചെറിയൊരു കറക്ഷൻ. അല്ല, തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ കറക്ഷൻ ഉണ്ടായിരുന്നു. വ്യാഴാഴ്ചയും അത്യാവശ്യം നല്ല റെഡ് ആയിരുന്നു. അതിനുശേഷമാണ് മാർക്കറ്റ് റിക്കവർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്യാനാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടും നമുക്ക് വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കരുത്. കണ്ടിട്ട് മാർക്കറ്റ് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് നിങ്ങൾ എടുത്ത് നോക്കുന്നതെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫ്ലാഗ് ഫോം ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി ശക്തമായിട്ട് മുകളിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈ വന്നു, നിഫ്റ്റി വന്നില്ല എന്നുള്ളതാണ്. അല്ല, ബാങ്ക് നിഫ്റ്റി എത്ര നാളായി ഈ താഴ്ത്ത് കിടക്കുന്നു. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. എവിടെ? ഓൾ ടൈം ഹൈയുടെ അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ 57,000-ലോട്ടൊരു ബ്രേക്ക് ഔട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അത് മിക്കവാറും നമുക്ക് കിട്ടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. എനിക്ക് തോന്നുന്നു ബാങ്കിങ് സെക്ടേഴ്സിലെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ റിസൾട്ടുകളും ഏകദേശം പോസിറ്റീവ് തന്നെയാണ്. അതെ, റിസൾട്ടുകൾ പോസിറ്റീവ് ആണെന്ന് മാത്രമല്ല, കഴിഞ്ഞ 3 ദിവസം ബാങ്കിങ് ഉൾപ്പെടെയുള്ളത് കുറച്ച് മോശം പെർഫോമൻസ് ആണെന്ന് ബാങ്ക് നിഫ്റ്റി തന്നത്. എന്നാൽ ആ സമയത്ത് ബാങ്കിങ്ങിൻ്റെ റിസൾട്ട്സ്, റിസർവ് ബാങ്കിൻ്റെ
ഡിവിഡൻഡ്, റിസർവ് ബാങ്ക് എക്സ്ട്രാ ഫണ്ട് ബാങ്കിങ് സെക്ടറിലോട്ട് ഇൻഫ്ലോ ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നിട്ടും ബാങ്കിങ് സെക്ടറിലൊന്നും അത് റിഫ്ലക്റ്റ് ആയതുകൊണ്ടായിരിക്കും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അത് റിഫ്ലക്റ്റ് ആയെങ്കിലും അതിൻ്റെ ബാക്കി പത്രം അടുത്ത ആഴ്ചകളിൽ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു ക്വിക്കായിട്ട് ചിലപ്പോൾ ഒരു ഓൾ ടൈം ഹൈ കംപ്ലീറ്റ് ചെയ്യാം. നിഫ്റ്റിയൊക്കെ ക്വിക്കായിട്ട് ചിലപ്പോൾ ഒരു അടുത്ത റൗണ്ട് ഓഫ് റാലി ചിലപ്പോൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. റീറ്റെയിലേഴ്സ് സ്റ്റോക്കുകളൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു ഫീൽ ചെയ്യുന്നത്. റീറ്റെയിലേഴ്സ് അക്യുമുലേറ്റ് ചെയ്യാണോ വിൽക്കുകയാണോ എന്നുള്ള കേസിൽ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. കാരണം സാധാരണക്കാരെ പേടിപ്പിക്കാനുള്ള കറക്ഷനായിരുന്നു തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടന്നത്. അതായത് ഇൻക്ലൂഡിങ് വ്യാഴാഴ്ചയുള്ള കറക്ഷൻസിൽ പല ആളുകളും ചെറിയ പ്രോഫിറ്റ്സുകൾ ബുക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഗ്രൂപ്പുകളിൽ കാണുന്ന ചില മെസ്സേജസിൻ്റെ എല്ലാവരും പ്രോഫിറ്റബിൾ ആയോ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള റിപ്ലൈസ് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രോഫിറ്റ് ആയതൊക്കെ വിറ്റ് കളഞ്ഞു, പ്രോഫിറ്റ് ആയതെല്ലാം ബുക്ക് ചെയ്തു, ഇങ്ങനെയാണ് റിപ്ലൈ കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3-4 മാസം വെയിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കോസ്റ്റ് എത്തി കഴിയുമ്പോൾ അത് വിൽക്കുകയാണ്. എന്നിട്ടോ കോസ്റ്റ് ആവാത്തത് കൈപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിക്കവറിയിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചില പോക്കറ്റ്സ് മാത്രമാണ് ബുള്ളിഷ് ആകുന്നത്. ഈ പോക്കറ്റ്സ് മാർക്കറ്റ് ഇനി റിക്കവർ ചെയ്യുമ്പോൾ കൂടുതൽ ബുള്ളിഷിലോട്ട് മാറുകയാണ് സാധിക്കുക, കൂടുതൽ ബുള്ളിഷാവും. അപ്പോൾ നിങ്ങളുടെ ബിയറിഷിക്കെടുത്ത സ്റ്റോക്ക് കോസ്റ്റിൽ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ പോക്കറ്റ്സിലുള്ള സ്റ്റോക്കുകൾ ഉള്ളതുകൊണ്ട് ആ സ്റ്റോക്സ് കോസ്റ്റിലെത്തി അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിലെത്തിയെന്നാണ്. അടുത്ത മൂവ്മെൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ബുള്ളിഷിലെത്തി പ്രോഫിറ്റിലെത്തി ഈ സ്റ്റോക്കുകൾ കൂടുതൽ പ്രോഫിറ്റിലോട്ട് പോകും. ഒരിക്കലും ബിയറിഷി തന്നെ കിടക്കുന്ന പല സ്റ്റോക്കുകളും തിരിച്ച് കോസ്റ്റ് എത്തണമെന്ന് നിർബന്ധമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെയാണ്, എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ചല്ല മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഉള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റും ലോസ് ഉള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാക്സിമം കുറച്ച് ലോസും മേടിക്കുന്നവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കൂ എന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ റിപ്പീറ്റ്ലി പറയുന്ന കാര്യമാണ്. അപ്പോൾ പ്രോഫിറ്റിൽ വന്ന സ്റ്റോക്കുകളെയാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പോഴും ലോസിൽ കിടക്കുന്ന സ്റ്റോക്കുകളെ ഒഴിവാക്കി പ്രോഫിറ്റിലുള്ള സ്റ്റോക്കുകൾ കൂടുതൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകൾ ആഡ് ചെയ്യുകയാണ് സാധാരണ ലാഭം കിട്ടാനായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ആളുകൾ അങ്ങനെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ശരിക്കും റീറ്റെയിൽ മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ, പെട്ടെന്ന് റീഡ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ഗ്രൂപ്പുകളിലെ മെസ്സേജസും അല്ലെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ ജോയിൻ ചെയ്ത് അവിടെയുള്ള ഡിസ്കഷൻസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ വേണം നമ്മൾ ഇതിനെ റീഡ് ചെയ്യാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റ് ഗ്രാജ്വലി ആണ് തിരിച്ചു വരുന്നത്. ഇത്തവണത്തെ പ്രൈസ് ആക്ഷൻസ് വളരെ അടിപൊളി ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പറഞ്ഞ വീക്ക്ലി ഓപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ വലിയ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. 11,000 കോടി രൂപയൊക്കെയാണ് ഇന്ത്യയിൽ നിന്ന് പലരും പ്രോഫിറ്റായിട്ടൊക്കെ കൊണ്ടുപോയ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ റിപ്പോർട്ട്സൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങി 2024 കണക്കിൽ. അപ്പോൾ ഇവിടെ അത്രയും വലിയ മാനിപ്പുലേഷൻസിനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ കറണ്ട് സിറ്റുവേഷൻസിൽ ഈ അവസരങ്ങൾ ഏകദേശം കഴിഞ്ഞു. അവർക്കിത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഗവൺമെൻറ് കൺട്രോൾ ബോഡീസിൻ്റെ ഈ സെബിയൊക്കെ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപകരിച്ചു. അതുകൊണ്ട് തന്നെ 2025 നമ്മൾ അന്ന് പറഞ്ഞതുപോലെ ഇത് മാർക്കറ്റിൻ്റെ നല്ല മൂവ്മെൻറ്റ്സ് തുടക്കം ഉണ്ടാക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അന്ന് വീക്ക്ലി ഓപ്ഷൻസൊക്കെ ഒഴിവാക്കുന്ന സമയത്ത്. അത് തന്നെയാണ് മാർക്കറ്റിൽ നടന്നത്. വീക്ക്ലി ഓപ്ഷൻസൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് കുറച്ചുകൂടി പ്രൈസ് ആക്ഷനൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് വെച്ച് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജെനുവിൻ മൂവ്സ് മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ജസ്റ്റ് ലിക്വിഡിറ്റി ഹണ്ട് മാത്രമാണ്. അതിന് വലിയ ഫണ്ടമെൻ്റൽ റീസൺസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫണ്ടമെൻ്റൽ റീസൺസ് നോക്കിപ്പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ റീസൺസ് കിട്ടില്ല എന്നല്ല, എന്നാലും ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റി കണ്ടിന് നമുക്ക് മാനിപ്പുലേഷൻസ് എന്ന് പറയാനും പറ്റില്ല. കാരണം റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാം ബുള്ളിഷായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരെ ബീറിഷിലോട്ട് മാറ്റുകയും മാർക്കറ്റ് ബീറിഷ് ആകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കുകയും എന്നിട്ട് മാർക്കറ്റ് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഷേക്ക് ഔട്ട്സ് എന്നൊക്കെ പൊതുവേ പറയാറ്. ഇത് എപ്പോഴും മാർക്കറ്റിൽ എല്ലാ മാർക്കറ്റുകളിലും നടക്കുന്നതാണ്. അതാണ് നമ്മുടെ മാർക്കറ്റിൽ ഈ ആഴ്ച കണ്ടത്. അതിൻ്റെ അടുത്ത റിസൾട്ട് അടുത്ത ആഴ്ച നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അടുത്ത ആഴ്ച തന്നെ വരുമെന്നാണ് സുനിൽ പറയുന്നത്. മിക്കവാറും അതിനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ 1-2 ആഴ്ച കൊണ്ട് തന്നെ ഈ പറഞ്ഞ 26,000 മാർക്കറ്റ് എത്താനുള്ള ചാൻസസ് ഈസ് വെരി 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 ഹൈ. അതുപോലെ തന്നെ ഈ വർഷം മഴ ഭയങ്കരമായിട്ട് വരുന്ന എന്ന് കാലാവസ്ഥ ഭയങ്കര പ്രവചനമുണ്ട്.
അപ്പോൾ ഇതൊക്കെ അഗ്രികൾച്ചർ സ്റ്റോക്കിൽ എങ്ങനെയാണ് നമുക്കിത് റിഫ്ലക്റ്റ് ചെയ്യുക? മൺസൂൺ നന്നായി കഴിഞ്ഞാൽ പൊതുവേ നിഫ്റ്റി ബുള്ളിഷ് ആകാറുണ്ട്. അത് നമ്മൾ ഇതിനു പറഞ്ഞിട്ടുണ്ട്, മൺസൂൺ മഴ പെയ്താൽ നിഫ്റ്റി കയറുമോ, മഴ പെയ്താൽ നിഫ്റ്റി കയറുമോ, മഴയല്ല അങ്ങനെ പല കാര്യങ്ങളും നിഫ്റ്റിനെ ബാധിക്കുന്നത്. നമ്മൾ അഗ്രികൾച്ചർ സ്റ്റോക്സ് മാത്രമല്ല, ഷുഗർ സ്റ്റോക്സ് ആണെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിലും ഒക്കെ, യെസ്, അത് ഈ കരിമ്പ് കൃഷി നന്നാവുന്ന സമയത്ത് ആൽക്കഹോളിൻ്റെ വില കുറയും, അവരുടെ മാർജിൻ കൂടുകയും ചെയ്യുമ്പോൾ ബ്യൂറേജ് സ്റ്റോക്സ് കുറച്ച് നന്നാവാറുണ്ട്. അപ്പോൾ മൺസൂൺ നന്നാവുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഒരു 25-30% അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന GDP ആയതുകൊണ്ട് തന്നെ നമ്മുടെ GDPക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാകും. എന്ന് വെച്ചുകൊണ്ട് ഭയങ്കര ഓവർ മഴയായിട്ട് കൃഷി നശിക്കുന്ന അവസ്ഥയല്ല, സാധാരണ മൺസൂണേക്കാൾ കുറച്ച് നല്ല മൺസൂണാണ് ഈ തവണയെന്നാണ് മൊത്തത്തിലുള്ള റിസർച്ചുകൾ വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, കഴിഞ്ഞ വർഷങ്ങളെക്കാൾ നന്നായിട്ട് നമുക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ കൂടി സാധിക്കുന്നുണ്ട്. മഴ പെയ്യും എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്യും, ഉച്ചകഴിഞ്ഞ് മഴ പെയ്യുള്ളൂ എന്ന് പറഞ്ഞ് ഉച്ചകഴിഞ്ഞ് മഴ പെയ്യാം. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. കാരണം ഇന്ത്യയുടെ സ്വന്തം സാറ്റലൈറ്റുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യക്ക് കുറേയൊരു സ്വയം പര്യാപ്തത നേടാൻ സാധിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളെക്കാൾ വലിയ അക്യുറസി നമ്മൾ ഈ കാര്യത്തിൽ നേടിയെടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ മൺസൂൺ നല്ലതാണെന്ന് പറയുമ്പോൾ മൺസൂൺ നന്നാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മാർക്കറ്റ് അതിൻ്റേതായ ഒരു മൂവ്മെൻറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്റേണലി തന്നെ. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഷുഗർ, ആൽക്കഹോൾ, ഫെർട്ടിലൈസേഴ്സ്, അഗ്രികൾച്ചർ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഇതെല്ലാം ഒരു സൈക്ലിക് സ്റ്റോക്കുകളാണ്. നമുക്കറിയാം ഗ്രോത്ത് ഓറിയൻറ്റഡ് സ്റ്റോക്കുകളിൽ തന്നെ സൈക്ലിക് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ സൈക്ലിക് സ്റ്റോക്കുകളുടെ ചാർട്ടുകൾ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മൺസൂൺ സീസൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും അതിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഈ ആഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപ്ഡേറ്റ്, അത് സാധാരണ ആളുകൾക്കാണ് ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. സെറോദ കൈറ്റ് MCP എന്ന് പറയുന്ന ഒരു പുതിയ ഫീച്ചർ, ഒരു AI ഫീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് ChatGPT യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് അനാലിസിസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മുടെ കയ്യിലുള്ള എല്ലാ പോർട്ട്ഫോളിയോയും കൊണ്ടുപോയിട്ട് ChatGPTക്ക് കൊടുത്തിട്ട് ഒരു റിസർച്ചൊക്കെ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ചാർട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇതൊക്കെ നമ്മളങ്ങോട്ട് ഡാറ്റ കൊടുത്തിട്ടാണല്ലോ ChatGPT വർക്ക് ചെയ്യുക. ഇവിടെ ക്ലോഡ് ഉപയോഗിച്ചുകൊണ്ട്, ക്ലോഡ് എന്ന് പറയുന്ന AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് AI അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് റിയൽ ടൈം ഡാറ്റ കണക്ടിവിറ്റി MCP എന്ന് പറയുന്ന അതൊരു പ്രോട്ടോക്കോളാണ്. MCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ MCP എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളൊരു ഒരു സാധനമാണെന്ന് വിചാരിക്കും, ഒരു കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കും. MCP എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ സെറോദ കണക്ട് ചെയ്യുന്നു, AI ഇപ്പോൾ ക്ലൗഡ് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ChatGPT കണക്ട് ചെയ്യുന്നു. റിയൽ ടൈം സെറോദ വഴി റിയൽ ടൈം ഡാറ്റാസ്, എല്ലാ സ്റ്റോക്കുകളുടെ ഡാറ്റ, നമ്മുടെ പോർട്ട്ഫോളിയോൻ്റെ ഡാറ്റ, നമ്മുടെ ബാലൻസിൻ്റെ ഡാറ്റ, ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റ MCPയുടെ കയ്യിലുണ്ട്. MCP ഒരു ഇൻ്റലിജൻറ്റ് സിസ്റ്റം ആണെന്ന് കരുതുക. അപ്പോൾ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ക്ലൗഡിൻ്റെ AIയുടെ ഫീച്ചേഴ്സ് കൂടി ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും, ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്ക് ഏതാണ്, ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഞാൻ കൂടുതൽ സ്കെയിൽ ചെയ്യണോ സ്കെയിൽ ഔട്ട് ചെയ്യണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് പറഞ്ഞു തരികയും, എങ്കിൽ ഈ ഇന്നതാണ് ഇപ്പോൾ ഒരു 1000 നിൽക്കുന്ന സ്റ്റോക്ക് ഒരു 800 എത്തുമ്പോൾ ആണ് കൂടുതൽ ബൈ ചെയ്യേണ്ടതെന്ന് ക്ലൗഡ് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ MCPയോട് പറയും, ഓക്കെ, ഏജൻറ്റിനോട് നമ്മൾ പറയും, ഓക്കെ, അത് 800 ഒരു GTT ഓർഡർ ഇട്ട് വെച്ചേക്കൂ, അത് 800 എത്തുമ്പോൾ ബൈ ചെയ്തോളൂ, നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റലിൽ 50% ഉപയോഗിച്ച് ബൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറോദയുടെ പുതിയ ഫീച്ചേഴ്സിൽ ഓട്ടോമാറ്റിക്കലി അത് വർക്കൗട്ട് ആകുന്ന പുതിയ ഫീച്ചർ സെറോദ യൂസേഴ്സിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇത് പറയുമ്പോൾ വലിയ പ്രോഗ്രാമിംഗ് നോളജ് ഇല്ലാത്ത ആളുകൾക്ക് ഇത് എത്രമാത്രം ഉപകാരപ്പെടും എന്നുള്ള കേസിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഈ MCP ക്ലൗഡ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ ഈ AI ഏജൻറ്റിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറോദയായിട്ട് കണക്ട് ചെയ്യണം. അല്ല ഇത് ക്ലൗഡിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെറോദ ഇതിൻ്റെ ബില്ലടക്കേണ്ടി വരും ക്ലൗഡ് യൂസ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അതിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഈ റിസ്ക് ഫാക്ടർ, ഈ ക്ലൗഡ് എപ്പോഴും റൈറ്റ് ആൻസർ തരണമെന്നില്ല, ക്ലൗഡിനും തെറ്റുകൾ പറ്റാം. അപ്പോൾ ഈ ക്ലൗഡിൻ്റെ തെറ്റ് സെറോദയുടെ ഭാഗത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത് ഒരു ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. കാരണം സെറോദ ഒരു ക്ലൗഡിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം അത് സെറോദയ്ക്കാവുകയും, എന്നാൽ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ നിന്നാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ, മാത്രമല്ല ഇതിനു വേണ്ടി സെറോദ API അവർ ഫ്രീ ആക്കി തരുന്നുണ്ട്. ഇത്ര നാൾ സെറോദ API 2000 വെച്ച് വാങ്ങുന്നുണ്ടായിരുന്നു, എന്നാൽ ഇത് ഫ്രീ ആക്കി തന്നിട്ടുണ്ട്. അതായത്
ഒരു ChatGPTനെ അല്ലെങ്കിൽ ഒരു ക്ലൗഡ് AI ഒരു AI ഏജൻറ്റിനെ റിയൽ ടൈം ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് GTT ഓർഡർ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ട്രേഡിങ്ങിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി ഒരു AI ഏജൻറ്റ് ഒരു ബ്രോക്കർ കണക്ടിവിറ്റിയോട് കൂടി അവതരിപ്പിക്കുകയാണ്. ഇത് സെറോദ ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല. MCP ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ MCP ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് നമ്മൾ ChatGPTയുടെ ക്ലൗഡ്, അതുപോലെ തന്നെ ഡീപ് സീക്കിൻ്റെ AI ഏജൻറ്റ്, ക്ലൗഡ്, ഇങ്ങനെയുള്ള എല്ലാ ഏജൻറ്റ്സും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ MLM അൽഗോരിതംസ് കൂടി നമ്മൾ ഓൾറെഡി MCPക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മൾ ലോക്കലി തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് സെറോദയുടെ APIs ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പുതിയ മൊഡ്യൂൾ അവർ എഴുതുകയും അത് പബ്ലിക്കിന് അവൈലബിൾ ആക്കുകയാണ് സെറോദ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ മറ്റ് ബ്രോക്കേഴ്സും ഈ ഫീച്ചർ അവതരിപ്പിക്കും. കാരണം ഇത് ഇത്ര വലിയ സംഭവമല്ല. കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിലോട്ട് ഇവരുടെ ഡാറ്റ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം സെറോദയുടെ സെർവേഴ്സിൻ്റെ യൂസ് കൂടും എന്നുള്ളതാണ്. ഇതെങ്ങനെ സെറോദ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ആക്സസ് ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഡാറ്റ കൊടുക്കണ്ടേ, റിയൽ ടൈം ഡാറ്റ ആളുകൾ AI ഏജൻറ്റ് വെച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ AI ഏജൻറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെറോദയുടെ സെർവേഴ്സ് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള കേസിൽ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ മറ്റ് ബ്രോക്കേഴ്സും ഇത് അവതരിപ്പിക്കുമ്പോൾ അവരും ഇതിനുള്ള ഈ സെർവർ നീഡ് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. ഇല്ലെങ്കിൽ യൂസേഴ്സ് കൂടുമ്പോൾ ഇത് വർക്ക് ചെയ്യാത്ത അവസരം. നിങ്ങൾക്കറിയാം ChatGPT ഫ്രീ വെർഷൻ വന്ന സമയത്ത് നമുക്ക് പല സമയത്ത് ഹാങ് ആയി പോകുന്ന ഒരു ഇഷ്യൂ ഒക്കെ ഇല്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ GTT ഓർഡറൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ആവണമെന്നില്ല, ചിലപ്പോൾ കൃത്യമായിട്ട് ഡിസിഷൻസ് എടുക്കണമെന്നില്ല. ചിലപ്പോൾ അത്രയും അവർ മുൻകൂട്ടി കണ്ട് ആ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള കമ്പനിയാണ്. എന്നാൽ ഇതൊരു വലിയ നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. സെറോദ കാലാതീതമായിട്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്ന ടെക്നോളജീസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രോക്കർ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു ഫീച്ചറായിട്ട് ഏതെങ്കിലും ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന AI ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പരിചയമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ടെക്നോളജി എന്തൂസിയാസ്റ്റുകൾക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ഈ പറയുന്ന MCPയും ക്ലൗഡും ഇൻസ്റ്റാൾ ചെയ്ത് സെറോദയായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ജോബ് ചെയ്ത് കൊടുക്കാനൊക്കെ പിള്ളേർ ആരെങ്കിലും റെഡി ആയിട്ട് വരികയാണെങ്കിൽ അതിനുള്ള യൂസേഴ്സ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം. ഇപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ഈ ഫീച്ചർ, പക്ഷേ അപ്പം തന്നെ യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ തന്നെ ഒരു 10-40 വീഡിയോസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. MCP അങ്ങനെ യൂസ് ചെയ്യാന്നല്ല, MCP അങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് സാധാരണക്കാരന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് അത് ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാത്തവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കത് ചെയ്യാൻ പറ്റും. നമ്മളത് ഓൾറെഡി ചെയ്യുന്നതാണ്. നമുക്ക് ടെക്നിക്കൽ ടീമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ്, കോളേജ് സ്റ്റുഡൻസ്, നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇത് പഠിച്ചെടുത്താൽ ഇതിൻ്റെ അകത്തൊരു വലിയ സ്കോപ്പുണ്ട്. ആളുകൾക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, ലോക്കലി സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന, അത്യാവശ്യം ഫീസ് വാങ്ങാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. വൺസ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഉപയോഗിച്ചോളും. വൺസ് സെറ്റ് ചെയ്യാനുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അതിനുള്ളൊരു ജോബ് ആരെങ്കിലുമൊക്കെ ആയിട്ട് റെഡി ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ AI വിപ്ലവം സാധാരണക്കാരിലോട്ടും വരട്ടെ, മറ്റ് ബ്രോക്കേഴ്സും അഡ്വാൻസ് ഫീച്ചേഴ്സായിട്ട് വരട്ടെ. ഗൂഗിളിൻ്റെ പുതിയ റീസണിങ് കേപ്പബിലിറ്റി ഉള്ള AIs ഒക്കെ ഉണ്ട്, ജെമിനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ അത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടില്ല, ഈ മാസം കൊണ്ട് എല്ലാവർക്കും അവൈലബിൾ ആവും. ആ റീസണിങ് എബിലിറ്റി ഉള്ളതിലൊക്കെ റിയൽ ടൈം ഡാറ്റ കൂടി കൊടുക്കാൻ പറ്റിയാണ്ടല്ലോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് ട്രേഡിങ്ങിന് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ AIയും ലോജിക്സും ഒക്കെ വെച്ചിട്ടായിരിക്കും ഇനി ട്രേഡിങ് നടക്കുക. ഈ പുതിയ ക്ലൗഡ് ഉപയോഗിച്ചുകൊണ്ട് MCP ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 200 മൂവിങ് ആവറേജിൻ്റെ അകത്ത് വരുമ്പോൾ ഹൈ സ്ട്രക്ചർ വന്ന് 200 മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയുമ്പോൾ ക്ലൗഡ് വന്നിട്ട് ഇത്തരത്തിലുള്ള സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കിൽ 200 മൂവിങ് ആവറേജിൻ്റെ പ്രൈസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് GTT ഓർഡർ ഇട്ട് എൻട്രി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന കാശ് ഇത്ര 5 സ്റ്റോക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് എന്ത് ചെയ്യും, എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ ബാങ്കിങ് സ്റ്റോക്കുകൾ ഹൈ സ്ട്രക്ചർ വന്ന് 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്സിൽ എൻട്രി എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് പോയി ആ രീതിയിൽ എൻട്രി എടുക്കും. എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് കാര്യങ്ങൾ മാറുക എന്നാലോചിച്ച് ഒഴിവാകും. AIക്ക് റിയൽ ടൈം ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ സ്ക്രീനേഴ്സ് പിന്നെ വേണ്ടാതെയാവില്ലേ? പലരുടെയും പണി ഉറപ്പായിട്ടും ആദ്യമൊക്കെ പണി കളയെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് അത്ര ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സാർ അത് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് ഇൻട്രാഡേ ഓർഡേഴ്സിനോ നോർമൽ ഓർഡേഴ്സിനോ
ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. GTT ഓർഡറാണ് ഇപ്പോൾ അവർ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് റിസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഓപ്ഷൻ ട്രേഡിങ്ങിനും ഇൻട്രാഡേ ട്രേഡിങ്ങിനൊക്കെ ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ബ്രോക്കറിന് വരുന്ന വരുമാനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ നമ്മൾ ഇതൊരു ഇൻട്രാഡേയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സിസ്റ്റത്തിലോട്ട് ഒരു അപ്ഡേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. ക്ലൗഡ് കുറച്ചുകൂടി അപ്ഗ്രേഡഡ് ആയി. പക്ഷേ ക്ലൗഡിൻ്റെ ചില സമയത്ത് ആൻസേഴ്സ് അത്രയും കറക്റ്റ് അല്ല എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കുക. AI എപ്പോഴും റൈറ്റ് ആൻസർ തരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, റിലയൻസ് സ്റ്റോക്കിൽ 1 മിനിറ്റ് ക്യാൻഡിലിൽ സൂപ്പർ ട്രെൻഡ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന 1:2 റിസ്ക് റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ട്രേഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യൂ. എന്നിട്ട് ഇതിൻ്റെ ബെസ്റ്റ് സെനാരിയോസ് മാത്രം ഫൈൻഡ് ചെയ്യൂ. ഇതിൽ നിന്ന് 70+% അക്യുറസി ഉള്ളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യൂ. അതിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ക്യാൻഡിൽസോ ബോൾജർ ബാൻഡോ യൂസ് ചെയ്യും. ഇങ്ങനെ ഒരു എക്സാമ്പിൾസൊക്കെ കൊടുത്തിട്ട് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ട് ഈ സ്ട്രാറ്റജി വെച്ച് നാളെ മുതൽ എൻ്റെ അക്കൗണ്ടിലെ 10 lakhന് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഈ ലെവലിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ആ ഫീച്ചർ ഇല്ല, പക്ഷേ ഈ ഫീച്ചർ അടുത്ത് തന്നെ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ബ്രോക്കറിൻ്റെ ഇൻകം ഇത് ആദ്യം അവതരിപ്പിക്കുന്ന ട്രേഡേഴ്സിന്റെ അപ്പോൾ ഭയങ്കര ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് മാർക്കറ്റിലോട്ട് ആളുകൾ ആദ്യം ഇത് അഡോപ്റ്റ് ചെയ്യുന്നവരായിരിക്കും പ്രോഫിറ്റ് ഉള്ള. പിന്നെ വരുന്നവർക്ക് ചിലപ്പോൾ ഇത് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഗെയിമേഴ്സ് അല്ലെങ്കിൽ FIAs ഇതിനേക്കാൾ സ്ട്രോങ് AIs അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പിന്നെ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഐഡൻറ്റിഫൈ ചെയ്യുക, 2-3 മാസം ഉപയോഗിക്കുക, അടുത്ത സ്ട്രാറ്റജിയിലോട്ട് മാറുക. അതായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം സെയിം സ്ട്രാറ്റജി കുറേ നാളെ ഉപയോഗിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീഡ് ചെയ്യാൻ ഓപ്പോസിറ്റ് ട്രേഡ്സ് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇത്തരത്തിലുള്ള പല പ്രോജക്ട്സിൻ്റെയും റിസർച്ച് ചെയ്ത് നമ്മൾ ഒരുവിധം നമ്മളതിൻ്റെ റിസൾട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ബട്ട് ഇത് ഇത്രയും രീതിയിലോട്ട് പബ്ലിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതിൻ്റെയൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്നതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വലിയ ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നമ്മുടെ ആൽഗോസിലോട്ടാണെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റ് ഡിസൈനിലായിരുന്നു, ലാസ്റ്റ് ഫേസിലാണത്. അപ്പോൾ അത് നമ്മൾ അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ MCP, അതുപോലെ തന്നെ ChatGPTയുടെ ക്ലൗഡ്, ChatGPT, DeepSeek ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് ട്രേഡിംഗ് പ്ലസ് സെബി രജിസ്റ്റേർഡ് ഓട്ടോമാറ്റിക് ട്രേഡ് നടക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ നമ്മൾ ലോഞ്ച് ചെയ്യാനും വെച്ചിരുന്നതാണ്. സോ ആ ഒരു പ്രൊഡക്റ്റ് നമ്മളൊരു വർഷത്തോളം റിസർച്ച് ചെയ്ത് ഫൈൻഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ള കേസിൽ എനിക്കിപ്പോൾ നല്ല ഡൗട്ട് ഉണ്ട്. എനിവേസ് ഇതിപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എനിവേസ് അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് കൂടി ഞാൻ പറയാം. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വന്നാൽ ആളുകൾ ഒരുപാട് ട്രേഡ് ചെയ്യും. ലൈക്ക് പ്രോഫേംസിനൊക്കെ ആളുകൾ കൂടുതൽ സക്സസ്ഫുൾ ആവും. പ്രോഫോമൻസിലൊക്കെ ഇത് ഭയങ്കര സക്സസ്ഫുൾ. അതെ, അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മുടെ പ്രോഫോമിൽ ഇപ്പോൾ ഒരു 4 ട്രേഡേഴ്സാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ട്രേഡേഴ്സിന് ട്രേഡ് ടോക്സിൻ്റെ പ്രോഫോമിലോട്ട് വരാം. പ്രോഫോമിനെ കുറിച്ച് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളൊരു സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്, ചെറിയ ക്യാപിറ്റലേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സക്സസ്ഫുള്ളി ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ചെറിയ ക്യാപിറ്റൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ഈ 10 ലക്ഷം രൂപയ്ക്ക് അഗൈൻസ്റ്റ് ആയിട്ട് 50 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 5 times ലിവറേജ് തന്നുകൊണ്ട് നിങ്ങൾക്കൊരു വലിയ ക്യാപിറ്റലിൽ ട്രേഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് സക്സസ്ഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും, സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇതിന് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ടീമുമായിട്ട് കണക്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ കൂടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ആഴ്ചത്തെ മാർക്കറ്റ്. ഓൾ ടൈം ഹൈ ഈസ് വെയിറ്റിംഗ്. സോ എല്ലാവരും ചിലപ്പോൾ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നിങ്ങൾ പറയുക, എന്നിട്ട് വേണം നമുക്ക് ഉറപ്പിക്കാം. അതെ, നമ്മൾ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഓൾ ടൈം ഹൈ എത്തൂല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടും. അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഞാൻ ജസ്റ്റ് നമ്മുടെ വ്യൂവേഴ്സിന് എന്താ പറയുക, നമ്മുടെ വ്യൂ ചെറിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ആ വ്യൂ അല്ല നമുക്ക് വേണ്ടത്. കംപ്ലീറ്റ്ലി പബ്ലിക് ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ റെഗുലർലി രാവിലെ ഇടുന്ന നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലിടുന്ന വോയിസ് കേൾക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ നമ്മുടെ ഒരു വ്യൂ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൻ്റെ അകത്തൊരു ഡൗട്ടും ഇല്ല. നമുക്ക് കംപ്ലീറ്റ്ലി പുതിയ പുറത്തുനിന്നുള്ള കുറച്ച് ആൾക്കാരാണ് എങ്കിൽ
അവരുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് കൂടി മനസ്സിലാക്കിയാലാണ് നമുക്കൊരു റൈറ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വലിയൊരു കമൻറ്റ്സ് തീർച്ചയായിട്ടും ഇടുക. നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് ഓൾ ടൈം ഹൈയിലേക്കാണോ പോകുന്നത്? അത് ഇനി ബെയറിഷ്നെസ് വരാനാണോ സാധ്യത? തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു പോഡ്കാസ്റ്റായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.